Hi friends, welcome to Aichu's Kitchen. ഇന്ന് ഞാൻ ഷമാം മിൽക്ക്ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. മാത്രമല്ല ഇപ്പോൾ നോമ്പിന് നല്ല ചൂടും കൂടിയിട്ടല്ല, അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഷമാം മിൽക്ക്ഷേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷമാം, പാല്, നട്ട്സ്, പഞ്ചസാര, ഏലക്കായ പൊടിച്ചത്. ഞാനിവിടെ ഷമാമും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഷമാമായ കാരണം ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഷമാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, മസ്ക് മെലൺ. ഇനി നമുക്കിത് ഷെയ്ക്കാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട്സ്, പിസ്ത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ നട്ട്സ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഷമാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടാക്കിയിട്ടുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ കട്ട കെട്ടിയിട്ടുള്ള പാല് വേണം നമ്മൾ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴേ നമ്മുടെ ഷേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മളിതിൽ പാല് മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ, ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഷമാം മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ചൂടിനൊക്കെ ആശ്വാസം കിട്ടുന്ന നല്ലൊരു ഷേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നട്ട്സ്, പിസ്ത, ആൽമണ്ട്സ് അതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.